ഹലോ, നമസ്കാരം. ഇന്ന് കുറച്ച് യാത്രാവിശേഷങ്ങളാണ് കേട്ടോ. അപ്പം നമ്മുടെ പൂജാ ഹോളിഡേയ്സൊക്കെ സ്റ്റാർട്ടായി. അപ്പോൾ ഞങ്ങളുടെ ഒരു കൊച്ചു ട്രിപ്പ് പോവുകയാണ്. ഒന്ന് റിഫ്രഷ് ആവാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടുന്ന് ഏകദേശം ഒരു 50 to 56 കിലോമീറ്റേഴ്സ് കാണും കേട്ടോ. അതായത് കനകപുര റോഡിലിരിക്കുന്ന നമ്മുടെ പിരമിഡ് വാലിയിലോട്ടാണ് നമ്മുടെ യാത്ര. നമ്മുടെ ഗുരുവായൂരപ്പൻ ടെമ്പിളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ സ്ഥലം കാണുന്നത്. നമ്മുടെ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ യാത്ര തിരിച്ചത്. അപ്പോൾ നല്ലൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എൻജോയ് ചെയ്താണ് നമ്മൾ യാത്ര ചെയ്തത് കേട്ടോ. ഇതാണ് മൈത്രേയ ബുദ്ധ വിശ്വാലയ. ഇതൊരു ഇൻ്റർനാഷണൽ മെഡിറ്റേഷണൽ സെൻറ്റർ കൂടിയാണ്. അതൊരു യൂണിവേഴ്സിറ്റി കൂടിയാണ് കേട്ടോ അത്. അപ്പോൾ ഞങ്ങളിവിടെ വരുമ്പോഴേ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഉച്ച കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ഒക്കെ നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ കൊടുത്തതിന് ശേഷം എൻ്റർ ചെയ്തു. നല്ലൊരു ആംബിയൻസാണ്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ശരിക്കും നന്നായിട്ടൊന്ന് നമ്മളൊന്ന് റിഫ്രഷ്ഡ് ആവും കേട്ടോ. ഇതതിൻ്റെ പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. നല്ല പാർക്കിംഗ് ഒക്കെയാണ്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഇൻഫർമേഷൻ സെൻറ്ററിലോട്ട് വന്നു. നമുക്കവിടെ ഒരു ബ്യൂട്ടിഫുൾ ആംബിയൻസ്. നമുക്ക് അവിടുത്തെ ഇങ്ങനെ വെറുതെ നടക്കാൻ തോന്നും കേട്ടോ. അത്ര രസമായിരുന്നു. കുറേ ലേക്സ് ഉണ്ട് അവിടെ. അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് ആണെങ്കിലും നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അതൊക്കെ എൻജോയ് ചെയ്ത് നമ്മുടെ ഡോർമെറ്ററി നോക്കാൻ പോവുകയാണ് കേട്ടോ ഇപ്പോൾ. ഇവിടെ നമുക്ക് ഡോർമെറ്ററിയും അതുപോലെ തന്നെ ഡീലക്സ് റൂംസും അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ ചൂസ് ചെയ്തത് ഇവിടെ ഡോർമെറ്ററിയാണ്. ഇവിടെ ലേഡീസ് ആൻഡ് ജെൻസ് ഇതിന് സെപ്പറേറ്റ് ഡോർമെറ്ററി ഉണ്ട്. ഇവിടെ അടുത്ത് തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് അത് വരുന്നത്. നല്ല നീറ്റായിട്ട് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഡോർമെറ്ററീസാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഡോർമെറ്ററി സെലക്ട് ചെയ്തു. ഇനിയിപ്പം നമുക്ക് ഇൻഫർമേഷൻ സെൻറ്ററിൽ പോയിട്ട് ഇതിന് നമ്മളൊന്ന് അവിടെ പേ ചെയ്യണം. അത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആ പ്രൊസീജിയറൊക്കെ തീർന്നു. പിന്നെ നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ ഇവിടെ നിന്ന്. ഇവിടെ 3 നേരം, അതായത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ ഫ്രീ ആണ്. അതിൻ്റെ അന്നദാന ഹോളാണ് കേട്ടോ അതിനൊരു പെർട്ടിക്കുലർ ടൈം ഉണ്ട്. അല്ലാതെ ആണെങ്കിൽ നമുക്കിവിടെ നല്ലൊരു കഫറ്റീരിയ ഉണ്ട്. അവിടെ നമുക്ക് അത്യാവശ്യം നല്ല ചായ കിട്ടും. പിന്നെ സ്നാക്സ് ലൈക്ക് നമ്മുടെ സാൻഡ്വിച്ച് പോലെയുള്ള സ്നാക്സൊക്കെ കിട്ടും കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ കഫറ്റീരിയ. ഞങ്ങൾ അവിടെ നിന്ന് നല്ല ചായ വാങ്ങിച്ചു. പിന്നെ കുറച്ച് സ്നാക്സ് ഞങ്ങൾ കൊണ്ടുപോയതുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നല്ല ഒരു എന്താ പറയുക, ചാറ്റൽ മഴ കൂടെ ഉണ്ടായിരുന്നു. മഴ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ നല്ല ചായ ഒരു നമ്മുടെ ലേക്കുണ്ട് അവിടെ. അപ്പോൾ ആ ലേക്കിൻ്റെ സൈഡിലിരുന്ന് മഴയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ചായയും കുടിച്ച് കഥകളൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് സമയം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. പിന്നെ മഴയൊക്കെ ഒന്ന് തോർന്നതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ അടുത്ത സ്പോട്ടിലോട്ട് മൂവ് ചെയ്തത് കേട്ടോ. ഈ ഒരു ലേക്കിൽ നമുക്ക് ബോട്ടിംഗ് അലൗഡ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് നമ്മളൊന്ന് പെഡൽ ചെയ്തിട്ട് പോകേണ്ട കാര്യമേ ഉള്ളൂ.
നല്ല പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണത്. പക്ഷെ മഴ കാരണം നമുക്കത് ചെയ്യാൻ പറ്റിയില്ല ഇനി നമ്മൾ അത് നാളെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ മെയിൻ പിരമിഡ് മെഡിറ്റേഷൻ സെൻറ്ററിലോട്ട് മൂവ് ചെയ്യാണ് കേട്ടോ. ഇവിടെ നമുക്ക് എവിടെയും മെഡിറ്റേഷൻ ചെയ്യാം, ബിക്കോസ് എവ്രിവെയർ നല്ല ഒരു ക്വയറ്റായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് കേട്ടോ അവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ ഇരുന്നും നമുക്ക് ധ്യാനിക്കാം, മെഡിറ്റേഷൻ ചെയ്യാം. ഒട്ടും ക്രൗഡഡ് അല്ലാത്തൊരു സ്ഥലമാണത്. പ്രത്യേകിച്ച് ഞങ്ങളൊരു വീക്ക് ഡേ പോയതുകൊണ്ടായിരിക്കാം. ഇതിപ്പോൾ ഡിന്നർ ടൈമാണ്. നല്ല ഡിന്നറായിരുന്നു. ചപ്പാത്തി ഉണ്ടായിരുന്നു, അതായത് നമ്മളെ റൊട്ടി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ റൈസ്, അതിനുള്ള സബ്ജി, സാമ്പാർ, രസം, മോര്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റാണ്. ഇവിടുത്തെ വെജിറ്റബിൾസ് എല്ലാം തന്നെ ഇവിടെ തന്നെ ഗ്രോ ചെയ്യുന്നതാണ്, ഓർഗാനിക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രാത്രിയാണ് പിരമിഡിൽ മെഡിറ്റേഷൻ സെൻറ്ററിലോട്ട് വരുന്നത് കേട്ടോ. കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതതിൻ്റെ ഗ്രൗണ്ടാണ്. ഇവിടെയാണ് ക്ലാസ്സസൊക്കെ നടക്കുന്നത്, മെഡിറ്റേഷൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ. ഇവിടത്തോട്ട് കയറിയതിന് ശേഷമാണ് നമുക്ക് ആ മെഡിറ്റേഷൻ്റെ മെയിൻ സെൻറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഒരുപാട് പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്ററാണത്. പിന്നെ അതിലേക്ക് ഫുൾ ഡാർക്കാണ് കേട്ടോ. അതിനകത്ത് ആരും ഉണ്ടായിരുന്നില്ല, 1-2 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ പോയ സമയത്ത്. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ലേറ്റ്, അതുകൊണ്ടും കൂടെ ആയിരിക്കാം. പിന്നെ പർട്ടിക്കുലർ ടൈമിംഗ് ഒക്കെ ഉണ്ട്, ഓരോ തരം മെഡിറ്റേഷനും അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മോർണിംഗ് പോകാമെന്നുള്ള ഇതിലാണ് വന്നത്. തിരിച്ച് നമ്മൾ ഡോർമിറ്ററിയിലേക്ക് പോവുകയാണ്. ഇത് നമ്മൾ എന്താണ് ഈ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഗോശാല, അതുപോലെ തപസ്ഥലി എന്ന് പറയുന്ന സ്ഥലത്തോട്ടൊക്കെ ചെറിയൊരു ട്രക്കിങ്ങിലേക്ക് പോകാൻ പറ്റുന്ന സ്ഥലമാണ് അത്. നെക്സ്റ്റ് മോർണിംഗ് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോഴെന്തായാലും അങ്ങോട്ട് പോകാൻ നടക്കില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഡോർമിറ്ററിലോട്ട് പോവുകയാണ് കേട്ടോ. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ 6 to 7 മ്യൂസിക് മെഡിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട്, അതിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ കുറച്ച് നെല്ലിക്കൊക്കെ, അവിടെ ഇഷ്ടംപോലെ നെല്ലി മരങ്ങളുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ. അവിടുന്ന് ഞങ്ങൾക്ക് അവിടുത്തെ വർക്കേഴ്സ് തന്നെ നമുക്ക് കുറച്ച് നെല്ലിക്കൊക്കെ പറിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് മെയിൻ മെഡിറ്റേഷൻ. ഇത് ഏകദേശം 100 feet ഹൈറ്റുള്ള, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മെഡിറ്റേഷൻ സെൻ്ററാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മെഡിറ്റേഷൻ 1 മണിക്കൂർ മെഡിറ്റേഷൻ, അതായത് 6 to 7 മ്യൂസിക് മെഡിറ്റേഷൻ കഴിഞ്ഞ് നമ്മൾ താഴെ വന്നു. ഈ പ്ലേസിൽ നമുക്ക് ഒരു ലൈബ്രറി ഉണ്ട്, അതുപോലെ ഒരു സ്ലീപ്പിംഗ് ബുദ്ധ. ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് നമുക്കിവിടെ യോഗയൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ യോഗയൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ യോഗ മാറ്റൊക്കെ തിരിച്ച് നമ്മുടെ ആ മെയിൻ സെൻറ്ററിലോട്ട് മാറ്റി വെച്ചു. പിന്നെ നമ്മൾ വീണ്ടും അന്നദാന ഹാളിലോട്ട് വന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഇതിലേക്ക് പോയത്. ബോട്ടിങ്ങിന് വേണ്ടിയാണ് പോയത്. അപ്പോൾ ബോട്ടിങ്ങിന് പോകുന്ന സമയത്ത് അവിടെ ഈ ഡോഗ്സിൻ്റെ ട്രെയിനിങ് CRPF അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു പേടി, അതുകൊണ്ട് ഞങ്ങൾ ആ സമയത്ത് പോയില്ല. കാരണം ഒത്തിരി ഡോഗ്സ് ഉണ്ടായിരുന്നു അവർ ഇങ്ങനെ ട്രെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ നേരെ
തിരിച്ച് നമ്മുടെ ഗോശാലയും അതുപോലെ അതിനോട് കുറച്ചുകൂടി ഒന്ന് ട്രക്ക് ചെയ്താൽ കാണാൻ പറ്റുന്ന തപസ്ഥലി എന്ന് പറയുന്ന സ്ഥലത്തോട്ടൊക്കെ പോയി. അപ്പോൾ അവിടത്തേക്കുള്ള യാത്രയാണ് കേട്ടോ. ഇവിടെ ഈ ഗോശാലയിൽ വരുന്ന കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉപ്പിടാത്ത മോര് കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ചതിന് ശേഷം അവിടെയുള്ളൊരു സെക്യൂരിറ്റി ഞങ്ങളുടെ കൂടെ തന്നെ വന്നു. അതുപോലെ തന്നെ ഒരു ഡോഗ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൂടെ ഈ തപസ്ഥലിയിലോട്ട് പോകുന്ന വഴി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു ചെറിയൊരു ട്രക്കിംഗ് ആണ്. നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അവിടെ എന്തായാലും മിസ് ചെയ്യരുത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. തപസ്ഥലിയുടെ ആ ഒരു ഓപ്പോസിറ്റായിട്ട് വരുന്ന ഒരു പ്ലേസിൽ ചെറിയൊരു എന്താ പറയുക പിരമിഡ് കൂടെ ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ ഈ ചെറിയൊരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മെയിൻ പിരമിഡിൻ്റെ ഒരു വ്യൂ കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മുടെ തപസ്ഥലിക്ക് ശേഷം നമ്മൾ നേരെ വന്നത് നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റി ഇൻ പിരമിഡ് വാലി, അതായത് ബോട്ടിംഗ് ആണ്. അപ്പോൾ ബോട്ടിങ്ങിൽ നമ്മളെ സോഫി ആൻഡ് ജീജ നല്ല സൂപ്പറായിട്ട് പെഡൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 2-3 റൗണ്ട്സ് ബോട്ടിംഗ് കറങ്ങി വന്നു. ശരിക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു കേട്ടോ. നമ്മൾ കുറേ കഥകൾ പറഞ്ഞു, കുറേ പാട്ടൊക്കെ പാടി നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മുടെ ഓരോ യാത്രകളും മനോഹരമാക്കുന്നത് നമ്മുടെ കൂടെയുള്ളവർ തന്നെയാണല്ലേ. അത് പിന്നെ ഫ്രണ്ട്സ് ആണെങ്കിൽ പറയും വേണ്ട. നമ്മൾ ഓരോരുത്തരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇന്നത്തെ യാത്ര വിവരണങ്ങൾ അല്ലെങ്കിൽ ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഞാൻ കുറച്ച് ഫോട്ടോസ് കൂടെ ആഡ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.